ഇറ്റലിയിലെ ചെറുപട്ടണമായ കാസൽ ബൈയിലെ അവർ ലേഡി ഓഫ് ഗ്രേസ് ഇടവക ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള മിസ്റ്റർ പാദ്രോ പിയുടെ രൂപത്തിൽ നിന്ന് രക്തക്കണ്ണുനീർ ഒഴുകിയതായി റിപ്പോർട്ട്. ഏപ്രിൽ 18-നായിരുന്നു ഇത് ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ടത്. ദേവാലയത്തിന്റെ കവാടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഫൈബർ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച രൂപത്തിന്റെ ഇടത് കണ്ണിൽ നിന്നാണ് ചുവന്ന നിറത്തിലുള്ള കണ്ണീർ തുള്ളി താഴേക്ക് ഒഴുകിയതായി കണ്ടെത്തിയത്. ഈ പ്രതിഭാസത്തെക്കുറിച്ച് അന്വേഷിക്കാനും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും രൂപത അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചു. ഈ അത്ഭുതം ആദ്യം കണ്ടത് ഒരു ഇടവകാംഗമാണ്. ഉടൻ തന്നെ ദേവാലയ വികാരി ഫാദർ ജിരോലോമോ കപ്പുവാനോ സ്ഥലത്തെത്തുകയും കറ തുടച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും പരാജയപ്പെട്ടു. നിലവിൽ രൂപം വിദഗ്ധ പരിശോധനയ്ക്കായി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഈ രൂപത്തെ നിരീക്ഷിക്കുന്ന സുരക്ഷാ ക്യാമറകൾ ദേവാലയത്തിലുണ്ടെന്നും ഏപ്രിൽ 1 മുതൽ 30 വരെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും താൻ വ്യക്തിപരമായി പരിശോധിച്ചതായും ഇടവക വികാരി പറഞ്ഞു. പകലോ രാത്രിയോ ആരും തന്നെ രൂപത്തിന്റെ അടുത്ത് പോവുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഈ കണ്ണീരിന്റെ പാത ഒരു ചിത്രകാരന് പോലും കൃത്യതയോടെ വരച്ചു ചേർക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എങ്കിലും സഭയുടെ ഔദ്യോഗിക പരിശോധന ഫലങ്ങൾക്കായി കാത്തിരിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. രൂപത്തിൽ നിന്നൊഴുകിയത് യഥാർത്ഥ രക്തമാണോ അതോ മറ്റു വല്ല പദാർത്ഥവുമാണോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇത്തരത്തിലുള്ള പ്രകൃത്യാതീത പ്രതിഭാസങ്ങളെ വിലയിരുത്തുന്നതിനായി വത്തിക്കാൻ 2024 പുറപ്പെടുവിച്ച പുതിയ മാർഗരേഖകൾ അനുസരിച്ചായിരിക്കും ഇനി മുന്നോട്ടുള്ള അന്വേഷണം. രൂപതയുടെ ബിഷപ്പായ പീട്രോ ലാഗ്നേസ് പ്രാഥമിക അന്വേഷണത്തിന് നേതൃത്വം നൽകും. തുടർന്ന് ബിഷപ്പ് തന്റെ കണ്ടെത്തലുകൾ വത്തിക്കാന്റെ ഡിക്കാസ്ട്രി ഫോർ ദി ഡോക്ട്രിൻ ഓഫ് ദി ഫെയ്ത്തിന് കൈമാറും.